ഹായ് ഫ്രണ്ട്സ്, 3 സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് തിരക്കി പിടിച്ചൊരു ദിവസം കേട്ടോ, ഇന്ന് ഞായറാഴ്ച ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് നേരെ സമയമില്ലാത്തൊരു ദിവസമാണ്. അതായത് കുട്ടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതാ വേഗം വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന ഇത് നമ്മൾ ബ്ലാക്ക് സോൾജർ പൂവിൻ്റെ ഒരു പാത്രം കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് ഇപ്പോൾ അറിയാലോ, നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊക്കെ ഒരവസ്ഥയാണ്. പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് തന്നെ കിട്ടാണ്ടത് മറ്റേ ഇത് ചകിരിച്ചോറിന്റെ കയറൊക്കെ പിരിച്ചിട്ടുണ്ടാകുന്ന ആ ഒരു പൊടിയുണ്ടല്ലോ. അപ്പൊ അത് ഒഴിവാക്കുന്ന അവിടുന്ന് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞാൻ എടുത്തില്ല, മാഷോട് പറഞ്ഞില്ല. അപ്പൊ എന്തായാലും നമ്മൾ കടയിൽ നിന്ന് കൊക്കോ പീറ്റ് വാങ്ങാലോ എന്ന് വിചാരിച്ചു. ആക്ച്വലി നമ്മുടെ എന്താ പറയുക, ചകിരിച്ചോറ് വാങ്ങാലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ കുറേ ആയി ഞാൻ വിചാരിക്കുന്നത് അത് വാങ്ങണം എന്നുള്ളത്. അപ്പൊ ഇതുവരെ നടന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത് കുറച്ച് ദിവസമായി ഞാൻ വാങ്ങി വെച്ചിട്ട്. അപ്പൊ എന്തായാലും നമ്മളെ ബ്ലാക്ക് സോൾജർ പുഴുക്കളുടെ ഈ ഒരു ഇത് ഇങ്ങനെയാട്ടോ. അപ്പൊ എന്തായാലും ഒരു ചീച്ചിലാണ്. അപ്പൊ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു അറപ്പ് തോന്നും എന്തായാലും. അപ്പോൾ കുറച്ച് പാത്രമൊക്കെ ഇപ്പൊ നനഞ്ഞത് കൊണ്ടാട്ടോ. അപ്പൊ ഇതാട്ടോ സംഭവം. എനിക്ക് തോന്നുന്നത് 4 കിലോന്റെ 5 കിലോന്റെ ആണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ വില മാത്രം ചോദിച്ചിങ്ങ് വാങ്ങിക്കൊണ്ടെന്നാണ്. എത്ര കിലോ ഒന്നും ഞാൻ ചോദിച്ചില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു 4 കിലോ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള കട്ട കേട്ടോ. 4-5 കിലോ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ല വലിപ്പമുണ്ട്. അപ്പൊ ഇതിന് 150 രൂപ കേട്ടോ ഞാൻ വാങ്ങിയത്. അപ്പൊ ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നത് കൊണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്തായാലും വെള്ളം നനച്ചിട്ടൊക്കെ ഇത് ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന കാണാം. പക്ഷെ ഇത് നമ്മൾ ഈ നനവിലേക്ക് നമുക്ക് ഇടാനുള്ളത് കൊണ്ട് തന്നെ ഞാനിതിപ്പോ നനയ്ക്കുന്നില്ല, മൊത്തത്തിൽ നനച്ച് വെക്കുന്നില്ല. അപ്പൊ ഞാൻ കുറച്ച് എടുത്തതിന് പൊടിച്ചിട്ട് ആ ഒരു പൊടി ചേർത്ത് കൊടുക്കാന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പൊ ഇത് ഞാൻ അന്ന് എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ നേരെ ലൈറ്റ് കേട്ടോ അത് അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് ചെറിയൊരു വീഡിയോ ഇങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ബ്ലാക്ക് സോൾജർ പുഴുക്കളൊക്കെ വളർത്തുന്നവരൊക്കെ ആണെങ്കിൽ ഇത് നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും ഞാനിത് ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ. ഞാനിത് എന്താ പറയുക, ഉപയോഗിക്കാത്തത് കൊണ്ട് എനിക്ക് റിസൾട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തായാലും ഉപയോഗിച്ച് നോക്കട്ടെ. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് ഭയങ്കര കട്ടിയൊന്നുമില്ല, എന്നാലും നമുക്ക് കൈകൊണ്ടൊക്കെ ഒന്ന് പൊടിച്ചെടുത്താൽ പൊടിയും കേട്ടോ. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു കട്ടേൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ കുത്തി പൊട്ടിച്ചെടുക്കാൻ ഒരു പ്രയാസമാണെന്ന് മാത്രം. പിന്നെ ഞാൻ നമ്മുടെ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ഒരു കുഞ്ഞി കല്ലൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഞാൻ കുറേ കുത്തി നോക്കിട്ടോ. പക്ഷെ അതിലൊന്നും ചെറുതായിട്ട് പൊടി അവിടെ ഇവിടെയൊക്കെ തെറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ഒരു പൊടിച്ച് ഞാൻ ഇത് ആദ്യമായിട്ട് ആയതുകൊണ്ട് ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും നനയ്ക്കാതെ എടുക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നമ്മളെ ബ്ലാക്ക് സോൾജർ പുഴുക്കളുടെ ഒരു പാത്രത്തിലേക്ക് ഇടാൻ എനിക്ക് കുറച്ച് മതിയായിരുന്നു. പിന്നെ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുകൊണ്ടാട്ടെ ഞാൻ ചെറിയൊരു വീഡിയോ പെട്ടെന്ന് എടുക്കുന്നത്. പിന്നെ നല്ല മഴയായിട്ട് വീഡിയോ എടുക്കുന്ന നല്ല മഴയായിരുന്നു. അപ്പൊ അതുകൊണ്ടാട്ടെ ഞാൻ അന്നപ്പം വോയിസ് ഒന്നും കൊടുക്കാതിരുന്നത്. പിന്നെ സെപ്പറേറ്റ് വോയിസ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും നമ്മൾ ബ്ലാക്ക് സോൾജർ പുഴുക്കളുടെ ആ ഒരു ഇത് എപ്പോഴും ഒരു നനവായിരിക്കും. അപ്പൊ ഇതിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ആ ഒരു വെള്ളത്തിന്റെ അംശത്തിനൊക്കെ കുറച്ചൊരു കുറവ് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പൊ ഒരുപാടായി ഞാനിത് വാങ്ങണം എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് ഇത് പിന്നെ വാങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ച് നീട്ടി കൊണ്ടുപോട്ടോ. പിന്നെ നമ്മൾ ചെറിയ കഷ്ണമൊക്കെ പൊടിച്ചെടുത്ത് നമ്മൾ കൈകൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊടിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് ഇട്ട് കൊടുക്കണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇത് ചകിരിപ്പൊടി വാങ്ങിയപ്പം നിങ്ങൾ കൂടി കാണിച്ചു തരല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ പിന്നെയും കിട്ടാതായപ്പോൾ ഞാൻ കൊടുവാളൊക്കെ വെച്ചിട്ട് അതേപോലെ ഒന്ന് സൈഡ് മാത്രം ഒന്ന് പൊട്ടിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. മൊത്തത്തിൽ പൊട്ടിച്ചില്ല, കവർ മൊത്തം ഞാൻ പൊട്ടിച്ചില്ല കേട്ടോ. സൈഡായിട്ട് പൊട്ടിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമുക്ക് മൊത്തം ഇതിപ്പോ മൊത്തത്തിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എടുക്കാം. പക്ഷെ ഞാൻ സൈഡ് മാത്രം ഒന്ന് പൊട്ടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയതാട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഇത് വെറുതെ ഇപ്പൊ ഒരു ചെറിയൊരു വീഡിയോ എടുത്തത് മാത്രം. അപ്പൊ എന്തായാലും ഞാൻ ഇത് കിട്ടിയ നല്ല റിസൾട്ട് കിട്ടുകയാണ് ഞാൻ എന്തായാലും പറയാട്ടോ. അപ്പൊ എന്തായാലും എന്നെക്കാട്ടും കൂടുതൽ അറിയുന്നവരൊക്കെ ഉണ്ടാകും. അപ്പൊ എന്താണ് എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ. ഇതിന്റെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വെള്ളത്തിൽ നനയ്ക്കണോ അല്ലെ നനയ്ക്കാതെ ഇടണോ എന്നൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാട്ടോ. അപ്പൊ എന്തായാലും കുറച്ച് കുറച്ചായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു പൊടി ഞാൻ നമ്മളെ ബ്ലാക്ക് സോൾജർ പുഴുക്കളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ച് ഒരു നനവ് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം ഇതാക്കുന്ന കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട അതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.